ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 കെമിസ്ട്രിയിലെ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 60ഓളം MCQ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനകത്തോടെ നമുക്ക് കടക്കാം. ഇഫ് ദ ഹ്യൂമിഡിറ്റി ഇൻ ദ എയർ ഇൻക്രീസ് ദെൻ ദ റേറ്റ് ഓഫ് ഇവാപറേഷൻ, അതായത് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്താൽ റേറ്റ് ഓഫ് ഇവാപറേഷന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കി, ഡിക്രീസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, റിമൈൻ സെയിം, ബോത്ത് ബി ആൻഡ് എ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യമേ തന്നെ നമ്മൾ ഹ്യൂമിഡിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഹ്യൂമിഡിറ്റി എന്താണ്? വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ എയർ ആണ്. സോ വാട്ടർ വേപ്പറിന്റെ അളവാണ് ഹ്യൂമിഡിറ്റി. ഓക്കെ, സോ ഹ്യൂമിഡിറ്റി അതായത് വാട്ടർ വേപ്പർ എയറിനകത്തുണ്ടെങ്കിൽ ഇവാപറേഷൻ റേറ്റിന് എന്താണ് സംഭവിക്കുന്നത്? ഇവാപറേറ്റ് ചെയ്യാനായിട്ട് പാടാണ് അല്ലെ. ഒരു ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇവാപറേഷൻ നടക്കുന്നത് വളരെ സ്ലോയിലായിരിക്കും. സോ നമ്മുടെ ആൻസർ ഡിക്രീസ്. ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇവാപറേഷൻ റേറ്റിന് എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കുക, ബോയിലിംഗ് ഈസ് എ ബൾക്ക് ഫിനോമിനൻ ആൻഡ് ഇവാപറേഷൻ ഈസ് സർഫസ് ഫിനോമിനൻ. ബോയിലിംഗ് എന്ന് പറയുന്നത് ഒരു ബൾക്ക് ഫിനോമിനൻ ആണ്, ഇവാപറേഷൻ എന്ന് പറയുന്നത് സർഫസിൽ മാത്രം നടക്കുന്ന ഫിനോമിനൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോയിലിംഗ് ഈസ് എ സർഫസ് ഫിനോമിനൻ ആൻഡ് ഇവാപറേഷൻ ഈസ് എ ബൾക്ക് ഫിനോമിനൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബോയിലിംഗ് ആൻഡ് ഇവാപറേഷൻ ബോത്ത് ആർ സർഫസ് ഫിനോമിനൻ എന്നാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. ബോയിലിംഗ് ആൻഡ് സർഫസ് ഇത് ഇവാപറേഷൻ എന്നായിരിക്കും ഉദ്ദേശിച്ചത് കേട്ടോ. ഇവാപറേഷൻ ബോത്ത് ആർ ബൾക്ക് ഫിനോമിനൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോക്കിക്കേ, നമുക്കറിയാം ബോയിലിംഗ് എന്താണെന്ന് അറിയാം. അതായത് നമ്മളൊരു പാത്രത്തിനകത്ത് ശകലം വെള്ളം എടുത്ത് അത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഫുള്ള് കുറെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും? അത് ഇവാപറേറ്റ് ആയി പോയിട്ടുണ്ടാവും. അതല്ലേ? അതായത് എൻറ്റയർ ആയിട്ടുള്ള ആ ഒരു അതിനകത്ത് എടുത്തിരിക്കുന്ന വെള്ളം മുഴുവനും എന്ത് സംഭവിക്കും? ബോയിൽ ചെയ്ത് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറിയിട്ടുണ്ടാവും. എങ്കിൽ നമ്മൾ ഇവാപറേഷൻ നടക്കുമ്പോൾ, അതായത് ഇതേ അളവിലെ വെള്ളം നമ്മൾ എന്ത് ചെയ്യും? വെയിലത്ത് കൊണ്ട് വിചാരിക്കുക. സോ അതിലെന്താ സംഭവിക്കുന്നത്? അതിൽ ആ പ്രോസസ്സ് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഈ സർഫസ്, ഇപ്പൊ ഈ ഞാൻ ഡാർക്കായിട്ട് വരച്ചിരിക്കുന്ന ഈ പോർഷനിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? വാട്ടർ മോളിക്യൂള് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ബോയിലിംഗ് എന്ന് പറയുന്ന ബൾക്കായിട്ട് നടക്കുന്ന ഒരു ഫിനോമിനും ഇവാപറേഷൻ എന്ന് പറയുന്നത് സർഫസിൽ നടക്കുന്ന ഒരു ഫിനോമിനും ആണെന്ന്. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, ബോയിലിംഗ് ഈസ് എ ബൾക്ക് ഫിനോമിനൻ ആൻഡ് ഇവാപറേഷൻ ഈസ് എ സർഫസ് ഫിനോമിനൻ. ഇനി ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് എ പ്ലേസ് ഈസ് ഇൻക്രീസ് ദെൻ ഇവാപറേഷൻ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇവാപറേഷന്റെ റേറ്റ് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഇവാപറേഷൻ പെട്ടെന്ന് നടക്കും അല്ലേ? സോ ഇവാപറേഷൻ റേറ്റ് ഓൾസോ ഇൻക്രീസസ്. സോ ദിസ് ഈസ് ദ ആൻസർ. ആൻസർ ബി ആണ് ആൻസർ. അപ്പൊ അത് അറിയാലോ, ഓപ്ഷൻസ് ഡിക്രീസ്, ഇൻക്രീസ്, റിമെയിൻ സെയിം, നൺ ഓഫ് ദ എബവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലീസ്റ്റ് ഇന്റർ അറ്റോമിക് സ്പേസസ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് ഇന്റർ അറ്റോമിക് സ്പേസ്, അതായത് ആറ്റങ്ങൾ തമ്മിലുള്ള അകലം കുറവുള്ളത്, ലീസ്റ്റ് ആണ് കുറവുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സോളിഡിന്റെ അറേഞ്ച്മെന്റ് നമുക്കറിയാം അല്ലെ, ഭയങ്കര തിങ്ങി ഞെരുങ്ങിയായിരിക്കും മോളിക്യൂൾസ് ഇരിക്കുന്നത്. ലിക്വിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? കുറച്ചുകൂടി അകലം ഉണ്ടാകും. ഗേഷ്യസ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും ആറ്റംസ് കാണാൻ പറ്റുന്നത്? അവിടെ ഇവിടെ ഓരോന്ന്. പ്ലാസ്മ സ്റ്റേറ്റ് എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റ് പോലെ തന്നെ, പക്ഷെ ഇവിടെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ആറ്റംസ് ഒക്കെ എന്താണ്? ഇവിടുത്തെ നമുക്ക് കാണുന്ന ആ പാർട്ടിക്കിള് അത് ചാർജ്ഡ് ആയിരിക്കും. അതാണ് പ്ലാസ്മ സ്റ്റേറ്റ്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഏത് സ്റ്റേറ്റ് ആണ് ലീസ്റ്റ് സ്പേസ് ഉള്ളത്? സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ. സോളിഡിലെ ആറ്റമാണ് വളരെ വളരെ തിങ്ങി ഞെരുങ്ങി ഇരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് എ, സോളിഡ്. ഇനി ഫൈൻ നോക്കിയേ, if you decrease the surface area, the rate of evaporation. സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവാപറേഷൻ റേറ്റിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം
നമ്മൾ നല്ല ചൂടുള്ള ദിവസം തുണികൾ വിരിച്ചിടുന്നത് എങ്ങനെയാണ്? ചുരുട്ടിക്കൂട്ടിയാണ് വിരിച്ചിടുന്നത്. അതായത് നന്നായിട്ട് നിവർത്തിയാണ് ഇടുന്നത് അല്ലെ. അപ്പൊ നിവർത്തി ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് തന്നെ അതിന്റെ സർഫസിൽ നിന്നും ഇവാപറേറ്റ് ആയി പോകും. നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇവാപറേറ്റ് ആയി പോകും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇവാപറേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ സർഫസ് ഏരിയ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഇവാപറേഷൻ റേറ്റിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഇവാപറേഷൻ റേറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പൊ അത് മനസ്സിലായല്ലോ. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇനി what will be the corresponding temperature in degree centigrade for 300 Kelvin? 300 Kelvin corresponding ആയിട്ടുള്ള എന്താണ് ടെമ്പറേച്ചർ എന്താണ്? എന്തില്? ഇൻ ഡിഗ്രി സെന്റിഗ്രേഡ്, ഡിഗ്രി സെൽഷ്യസിലുള്ള കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 300 കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു -273 കൊണ്ട് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ്? ഇവിടുന്ന് പോയി 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ആൻസർ ഇതിനെ 300നെ 273 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി 7th ക്വസ്റ്റ്യൻ, ലിക്വിഡ് ടു ഗ്യാസ് ആൻഡ് ഗ്യാസ് ടു ലിക്വിഡ് ചേഞ്ചസ് ആർ കോൾഡ്. അപ്പൊ ലിക്വിഡിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ച്, അതിനെന്താണ് പറയുന്നത്? അതേപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ച്, ഇതിനെ എന്താണ് പറയുന്നത്? അതിൽ കുറച്ച് കാര്യങ്ങൾ അത് ABCD എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് നോക്കാം. ലിക്വിഡിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? അതായത് ലിക്വിഡ് വാട്ടർ വേപ്പറായി പോവാണ്. സോ അതിനെ പറയുന്നത് എന്താണ്? വേപ്പറൈസേഷൻ. ഓക്കെ. ഇനി ഗ്യാസിനെ ലിക്വിഡ് ആക്കുന്നത് എന്താണ്? അതിന് പറയുന്നത് തണുപ്പിക്കുകയാണ്, കണ്ടൻസ് ചെയ്യിക്കുകയാണ് അല്ലെ. സോ അതിന് പറയുന്നതാണ് കണ്ടൻസേഷൻ. സോ രണ്ടും നമുക്ക് കിട്ടി. അപ്പൊ ഇതാണ് ആൻസർ. ലിക്വിഡിനെ ഗ്യാസ് ആക്കുന്നത് വേപ്പറൈസേഷനും ഗ്യാസിനെ ലിക്വിഡ് ആക്കുന്നത് കണ്ടൻസേഷനും. സോ ആൻസർ എന്ന് പറയുന്നത് എ, വേപ്പറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂ ടു വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫിനോമിന ദ വാട്ടർ കെപ്റ്റ് ഇൻ ദ earthen pot becomes cool during summer? ഇതിന് കാരണം ഇവാപറേഷൻ ആണ്. അതെന്താന്ന് വെച്ചാല് നമ്മളെ വീട്ടില് ഉപയോഗിക്കുന്ന മൺകലാണ് ഈ earthen pot എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് കൂജയ്ക്കകത്ത് വെള്ളം വെച്ചിട്ടില്ലേ? അപ്പൊ ആ കൂജയ്ക്കകത്ത് വെള്ളം വെച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നല്ല തണുത്തിരിക്കുന്നതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൂജ മൺകലമാണ് അല്ലെ. മൺകലമായതുകൊണ്ട് തന്നെ അതിനകത്ത് ധാരാളം സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിൽ, അതായത് ഹോൾസിനകത്തൂടി എന്ത് സംഭവിക്കും? ഈ പോസിനകത്തൂടെ വെള്ളം ഇതിന്റെ സർഫസിലേട്ട് പയ്യെ മൂവ് ചെയ്യും. അതിനകത്തൂടെ കടന്നു പോകും. കടന്ന് ഈ സർഫസിൽ എന്താകും? ഈ പോട്ടിന്റെ സർഫസിൽ ആ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകും. സോ ഈ ഉണ്ടാകുന്ന ഈ പുറത്തുള്ള ഈ വാട്ടർ മോളിക്യൂൾസ് ഇതിന്റെ സറൗണ്ടിങ്സിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഇവാപറേഷൻ നടക്കും. ഇവാപറേഷൻ നടന്നു കഴിയുമ്പോൾ ഇവിടെ അതായത് ഈ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഈ കൂജയ്ക്കകത്തെ വാട്ടർ മോളിക്യൂൾസും പെടും. കൂജയ്ക്കുള്ളിലെ വെള്ളത്തിൽ നിന്ന് കൂടി എന്ത് ചെയ്യും? അത് ഹീറ്റ് അബ്സോർബ് ചെയ്തെടുക്കും. സോ അത്രയും ഭാഗം എന്താണ്? അവിടുന്ന് ഹീറ്റ് പോയി കഴിയുമ്പോൾ പിന്നെ എന്തായിരിക്കും? അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും, ഒരു തണുപ്പായിരിക്കും. സോ അതുകൊണ്ടാണ് കൂജയ്ക്കകത്തെ വെള്ളം തണുത്തിരിക്കുന്നതിന് കാരണം. അതിന് കാരണം എന്താണ്? എന്താണ് അതിന്റെ റീസൺ? ഇവാപറേഷൻ കോസ് കൂളിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് വിൽ ഇൻക്രീസ് ദ ഇവാപറേഷൻ ഓഫ് വാട്ടർ? വെള്ളത്തിന്റെ ഇവാപറേഷൻ കൂട്ടുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് കണ്ടീഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടിയാൽ ഇവാപറേഷൻ കൂടും. ശരിയാണ് അല്ലെ. ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവാപറേഷൻ കൂടും. ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആവുന്നിരിക്കുന്നത്. സോ ഇത് തെറ്റാണ്. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവാപറേഷൻ ഒരിക്കലും കൂടില്ല. പിന്നെ ലെസ് എക്സ്പോസ്ഡ് സർഫസ് ഏരിയ ഓഫ് വാട്ടർ. സർഫസ് ഏരിയ എന്താണ്? കുറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് ഇവാപറേഷൻ റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സർഫസ് ഏരിയ ഇവാപറേഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവാപറേഷന്റെ. അത് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഇവാപറേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ലെസ് ആയിട്ട് നിന്നാൽ എന്താണ് ഇവാപറേഷൻ റേറ്റും കുറവായിരിക്കും, ഡിക്രീസ് ചെയ്യും. സോ ഇതല്ല, നമ്മളോട് ഇൻക്രീസിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആഡിങ് കോമൺ സോൾട്ട് ടു വാട്ടർ, വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ട ഇവാപറേഷൻ കൂടുവോ? ഇല്ല. അപ്പൊ ഇതും തെറ്റാണ്. സോ ആൻസർ എന്ന് പറയുന്നത് എ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് സീ ലെവൽ? ബോയിലിംഗ് പോയിന്റ്, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണെന്ന് അറിയാം? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 100 ഡിഗ്രി സെൽഷ്യസ് ഈ ഓപ്ഷനകത്ത് ഒന്നുമില്ല. അപ്പൊ നമുക്കറിയാം ഇത് കെൽവിൻ സ്കെയിലോട്ട് മാറ്റാനുള്ള കാര്യം അറിയാം. എന്ത് ചെയ്താൽ മതി? ഒരു 273 കൊണ്ട് ആഡ് ചെയ്താൽ മതി. സോ എത്ര വരും? 373 കെൽവിൻ. സോ അത് ഓപ്ഷനകത്ത് കിടപ്പുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുക, 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 373 കെൽവിൻ ആണ് എന്താണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് അറ്റ് സീ ലെവൽ. ഇനി which of the following causes the temperature of substance to remain constant while it is undergoing a change in its state? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സോളിഡ് ലിക്വിഡ് ആകുകയോ ലിക്വിഡ് ഗ്യാസ് ആകുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഗ്യാസ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചറിന് മാറ്റം ഒന്നും കുറേ നേരത്തേക്ക് സംഭവിക്കില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചർ അതിന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, അതായത് അതിന്റെ തമ്മിലുള്ള ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അതിന്റെ അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ എനർജി അപ്പൊ അത് ഹിഡൻ ആയിട്ടായിരിക്കും നമ്മുടെ ഇതിനകത്ത്. നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു തെർമോമീറ്റർ ഇട്ടാൽ നമുക്ക് ആ ഹീറ്റ് കാണാൻ സാധിക്കില്ല. അത് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ വൺ ഷോട്ട് വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടായിരുന്നു. അതിനൊരു പേര് പറയും, എന്താണ്? ഹിഡൻ ഹീറ്റ് ആണ്. ഹിഡൻ ഹീറ്റിന് പറയുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ്. സോ ആൻസർ എന്ന് പറയുന്നത് ലാറ്റന്റ് ഹീറ്റ് ആണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ഹാവ് ലീസ്റ്റ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി കുറവ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ഓഫ് മോഷൻ, മൂവ് ചെയ്യാനുള്ള എനർജി എപ്പോഴും കുറവിരിക്കുന്നത് സ്പേസ് കുറഞ്ഞ ആളുകളിലായിരിക്കും. അപ്പൊ സോളിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ. എങ്ങനെയാണ്? അതിനകത്തെ പാർട്ടിക്കിൾസ് വളരെ 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 അടുത്താണ് ഇരിക്കുന്നത്. സോ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ലിക്വിഡിന്റെ അലൈൻമെന്റ് നേരത്തെ കണ്ടായിരുന്നു. കുറച്ചുകൂടെ മാറി ഗേഷ്യസ് സ്റ്റേറ്റില് ഇങ്ങനെ വളരെ അകലത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ പ്ലാസ്മ എന്താണ്? ചാർജഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും അല്ലെ? സോ അങ്ങനെ ഉള്ളതിനെയാണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതില് ഏറ്റവും കൈനറ്റിക് എനർജി കുറവ് എന്തായിരിക്കും? സ്പേസ് കുറഞ്ഞെടുത്ത മൂവ്മെന്റ് പാടായിരിക്കും. മൂവ് ചെയ്യുന്നുണ്ട് എങ്കിലും മൂവ്മെന്റ് പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ സോളിഡ് ആണ്. ഇനി which of the following statement about the gases is true? ഗ്യാസസിന്റെ കാര്യത്തിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്യാസസ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ഗ്യാസിന്റെ കാര്യം നമുക്കറിയാം, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല വോളിയവും ഇല്ല. സോ ആ ആൻസർ നോക്കിയാൽ മതി അല്ലെ? ഗ്യാസിന് ഷേപ്പും ഇല്ല വോളിയവും ഇല്ല, അങ്ങനെ വരുന്ന ഓപ്ഷൻസ് നോക്കുക. ഇതല്ല. ഗ്യാസസ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് ഇൻഡെഫിനിറ്റ് വോളിയം, ഇതുമല്ല. ഗ്യാസസ് ഹാവ് ഇൻഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. സോ this is the answer. ഇതുമല്ല. Okay, so answer is C. ഇനി the process of conversion of solid into gas without passing through the liquid state is called, അതായത് സോളിഡ് എന്താവണം? ഗ്യാസ് ആവണം. ഗ്യാസ് ആവുമ്പം ഇവിടെ ഇത് ലിക്വിഡ് ആയിട്ട് മാറാൻ പാടില്ല. സാധാരണ നമ്മൾ വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ വെള്ളം ആദ്യമേ ഐസ് കട്ട എന്താകും? വെള്ളമാകും. ആ വെള്ളം എന്താണ്? ഗ്യാസ് മോളിക്യൂൾ ആയിട്ട് മാറുന്നത്. സോ ഈ നടുക്കത്തെ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. ഡയറക്റ്റ് ആയിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. ഇതിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്സ്റ്റൻസ് ഡസ് നോട്ട് ഷോ ദ പ്രോപ്പർട്ടി ഓഫ് സബ്ലിമേഷൻ? നേരത്തെ പറഞ്ഞ ആ പ്രോപ്പർട്ടി കാണിക്കാത്തത്, അതായത് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നത്. സോ അത് കാണിക്കാത്തത് ഇതിനകത്ത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അയഡിൻ സബ്ലിമേഷൻ എന്ന പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. കർപ്പൂരം കേംഫർ കാണിക്കുന്നതാണ്. നാഫ്തലിൻ കാണിക്കുന്നതാണ്. അതിനകത്ത് ഇല്ലാത്തത് കോപ്പർ ആണ്. കോപ്പർ ഡയറക്റ്റ് സോളിഡിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുകയില്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്? ഹയസ്റ്റ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മോളിക്യൂൾസ് തമ്മില്
ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ ഏതിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവ തമ്മിൽ അടുത്തിരിക്കുന്നവർക്കാണ് കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ. അപ്പൊ ഏതിനായിരിക്കും? അടുത്തിരിക്കുന്നവരും ഇതിൽ ഏതാണ്? സോളിഡ് ആണ്. അപ്പൊ കുറഞ്ഞത് ഏതായിരിക്കും? ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കുറവുള്ളത് ഏതായിരിക്കും? ഗ്യാസിനാണ്. ഇനി ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇന്റർമോളിക്കുലാർ സ്പേസിന്റെ കാര്യം വന്നാൽ ഏതായിരിക്കും ഹയസ്റ്റ് സ്പേസ് ഉള്ളത്? അതായത് സ്പേസ് കൂടുതൽ വരുന്നത്. സ്പേസ് കൂടുതൽ വരുന്നത് രണ്ട് പാർട്ടികൾ തമ്മിൽ അകലം കൂടുമ്പോഴാണ് സ്പേസ് വരുന്നത് അല്ലെ? അപ്പൊ അത് ഏതിനായിരിക്കും? ഗ്യാസിനായിരിക്കും. അപ്പൊ അത് ഓർക്കുക. അപ്പൊ ഇവിടെ നമ്മളോട് ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ളത് അടുത്തിരിക്കുന്നവർക്കാണ്. അടുത്ത പാർട്ടിക്കിൾസ് തമ്മിൽ ഏറ്റവും അടുത്തിരിക്കുന്നവർക്കാണ്. അത് സോളിഡിനാണ്. ഇനി SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. സെൽഷ്യസ് അല്ല കേട്ടോ, കെൽവിൻ ആണ്. ഇനി വിച്ച് ഇസ് ദ കറക്റ്റ് ഫോം ഇൻ ദ ഫോളോയിങ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിൻ ആണ്? നമുക്കറിയാം, ഓൾറെഡി അറിയാം. ഇറ്റ് ഈസ് 273 കെൽവിൻ. ഇതാണ് ആൻസർ. ഇനി അടുത്തത് ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഡ്രൈ ഐസ്? ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് സോളിഡ് ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് എ ലിക്വിഡ് ഇൻ ടു വേപ്പർ അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ഈസ് കോൾഡ്. അതായത് ഒരു ലിക്വിഡ് എന്തായിട്ട് മാറണം? ഗേഷ്യസ് ഫോമിലോട്ട് മാറണം. പക്ഷെ അത് ബോയിൽ ചെയ്യാൻ പാടില്ല. ബോയിലിംഗ് പോയിന്റിന് താഴെ ആയിരിക്കണം. ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതാണ് ഇവാപറേഷൻ. ഇനി the amount of water vapor present in air is cold. ഇത് ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതിനെന്താണ് പറയുന്നത്? വാട്ടർ വേപ്പർ, എയറിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള വാട്ടർ വേപ്പറിനെ പറയുന്ന പേര്, അതിന് പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. Which of the following temperature water changes into vapor state? വാട്ടർ എന്തായി മാറണം? വേപ്പറിലായിട്ട് മാറണം. അപ്പൊ അതേതാണ്? ഏത് പോയിന്റിലാണ്? ബോയിലിംഗ് പോയിന്റ് ആണ് അല്ലെ? ബോയിൽ ചെയ്യുമ്പോഴാണ് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നത്. സോ ബോയിലിംഗ് പോയിന്റ് ഏതാന്ന് നോക്കിയാൽ മതി. ഇപ്പൊ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ഓർ 373 കെൽവിൻ. സോ ആൻസർ ഇസ് 373 കെൽവിൻ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പറേച്ചർ വാട്ടർ ചേഞ്ചസ് ഇൻ ടു സോളിഡ് സ്റ്റേറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വാട്ടർ സോളിഡ് സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്? അതായത് വെള്ളം, ലിക്വിഡ് എന്തായി മാറണം? ഐസ് ആയിട്ട് മാറണം. സോറി, ഇവിടെ വാട്ടർ ആണ്. വാട്ടർ എന്തായിട്ട് മാറണം? ഐസ് ആയിട്ട് മാറണം. അപ്പൊ വാട്ടർ ഐസ് ആകുന്ന ടെമ്പറേച്ചർ എന്താണ്? അത് സോൾഡിഫൈ ചെയ്യാതെ ഐസ് കട്ടയാകുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? 0 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 273 കെൽവിൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഡി. If the surface area is increased, the rate of evaporation ഓൾറെഡി അറിയാം എന്താണ്? ഇൻക്രീസ് ആണ്. ഓൾറെഡി നമ്മൾ ഒത്തിരി തവണ പറഞ്ഞതാണിത്. ഇറ്റ് ഈസ് കോമൺ ഒബ്സർവേഷൻ ദാറ്റ് ക്ലോത്ത്സ് ഡ്രൈ ഫാസ്റ്റർ ഓൺ എ. എപ്പോഴാണ് ക്ലോത്ത് ഡ്രൈ ആവുന്നത്? പെട്ടെന്ന് അതിനകത്തെ വെള്ളം ഇവാപറേറ്റ് ആയി പോകുന്നത്. ഇവാപറേഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി. റെയിനി ഡേ വരുമ്പോൾ എന്താണ്? അന്തരീക്ഷത്തിൽ എന്താണ്? നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, വാട്ടർ വേപ്പർ കൂടുതലായിരിക്കും. സോ ഇവാപറേഷൻ ഡിക്രീസ് ചെയ്യും. വിൻഡി ഡേ എന്താ? നമുക്കറിയാം, മഴക്കാലത്ത് ഫാന്റെ ചോട്ടിൽ ഇട്ട് തുണി ഉണക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവാപറേഷൻ റേറ്റ് കാറ്റ് വിൻഡ് സ്പീഡിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. സോ ഇത് കറക്റ്റ് ആണ്. ക്ലൗഡി ഡേയിൽ ഇവാപറേഷൻ റേറ്റ് കുറയാണ് ചെയ്യുന്നത്, ഫോഗി ഡേയിലും കുറയാണ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ബി. ഇനി എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഡയറക്ട്ലി ഫ്രം ഗ്യാസ് ടു ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡ് ആകുന്നത്, അതായത് തണുക്കണം അല്ലെ? അത് തണുപ്പിച്ചാലേ ഉള്ളൂ ലിക്വിഡ് ആകത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. അപ്പൊ അതിന് നമ്മൾ പ്രഷർ കുറയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് അതിന് പ്രഷർ കൂട്ടുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക. ഇത് സംഭവിക്കുമ്പോഴാണ് കണ്ടൻസേഷൻ നടക്കുന്നത്, അതായത് ഗ്യാസ് ലിക്വിഡ് ആകുന്നത്. ഇനി എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഡയറക്ട്ലി ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്. ലിക്വിഡിൽ നിന്ന് നേരെ തിരിച്ച് ലിക്വിഡിൽ നിന്നും ഗ്യാസ് ആകണം. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അപ്പം ലിക്വിഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വാട്ടർ ആയിട്ട് എടുക്കാം. വാട്ടറിനെ എന്താക്കണം? വേപ്പർ ആക്കണം. സോ അതിന്റെ പേരിൽ തന്നെയുണ്ട്. എന്താണ് അതിന്റെ പ്രോസസ്സിന് പറയുന്ന പേര്? വേപ്പറൈസേഷൻ. ഓക്കെ. ഇനി വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ ഫോളോയിങ്? ഈ താഴെ തന്നിരിക്കുന്ന 4 എണ്ണത്തില് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഏതാണെന്ന്? ഏതാ? സെൽഷ്യസ് ആണ് അല്ലെ? ഇതൊന്നും അല്ല. പാസ്കൽ എന്ന് പറയുന്ന പ്രഷർ ആണ്.
ബാക്കി എന്താ, ഇതൊന്നും ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ഓഫ് ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ ഫോളോയിങ്? താഴെ തന്നിരിക്കുന്നതിൽ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് അറിയാലോ, സെൽഷ്യസ് ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ? അതും അറിയാം. ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ്? ആറ്റം ആണ്. ഇനി ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സബ്സ്റ്റൻസ് ചേഞ്ച് ഫ്രം എ ലിക്വിഡ് ടു ഗ്യാസ് ഇസ് കോൾഡ്. അതായത് ലിക്വിഡിൽ നിന്നും എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറുന്നത് അതെന്താണ്? വേപ്പറൈസേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അത് ഏതിലാണ്? അതിൽ മാറുന്ന ആ ടെമ്പറേച്ചറിന് പറയുന്ന പേര്. ഏത് ടെമ്പറേച്ചറിലാണ് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത്? ഏത് ടെമ്പറേച്ചറിലാണ് ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ, അതായത് നമ്മുടെ വെള്ളം എടുത്ത് നല്ലപോലെ തിളപ്പിച്ച് കഴിയുമ്പോൾ ഗ്യാസ് ആകുന്ന ഏതാണ്? ബോയിൽ ചെയ്യുമ്പോഴാണ്. അപ്പം ആ ബോയിലിംഗ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ലിക്വിഡ് ഗ്യാസ് ആവുന്നത് ബോയിലിംഗ് പോയിന്റിലാണ്. ആ ടെമ്പറേച്ചറിന് പറയുന്ന പേര് ബോയിലിംഗ് പോയിന്റ്. The phenomenon by which the particles of gas escape from the surface of a liquid in the air is called, നമ്മൾ ഒരുപാട് തവണ കണ്ട് അല്ലെ? ഫിനോമിനൻ പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് എസ്കേപ്പ് ഫ്രം ദ സർഫസ്. സർഫസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് എപ്പോഴും എന്താണ്? ഇവാപറേഷൻ. ഇനി the particles of matter are in constant motion. This motion is more in. മോഷൻ കൂടണമെങ്കിൽ എന്താണ്? സ്പേസ് കൂടുതൽ വേണം. അപ്പം ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഏതാണ്? അതിനകത്തായിരിക്കും മോഷൻ കൂടുതൽ വരുന്നത്. അപ്പൊ അതേതായിരിക്കും? ഗ്യാസസിനകത്തായിരിക്കും എപ്പോഴും മോഷൻസ് കൂടുതൽ വരുന്നത്. ഐ മീൻ കൈനറ്റിക് എനർജി കൂടുതലുള്ളത് ഗ്യാസസിനകത്താണ്. ഇനി ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. ഞാൻ പറഞ്ഞു, വൺ ഷോട്ട് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിനകത്തെല്ലാം ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഓൺ സെൽഷ്യസ് ആൻഡ് കെൽവിൻ സ്കെയിൽ റെസ്പെക്റ്റീവ്ലി ഈസ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയായിരിക്കും? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ കെൽവിൻ സ്കെയിൽ പറഞ്ഞാൽ എന്താണ്? 273 കെൽവിൻ. സോറി 373 കെൽവിൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The liquid which has the highest rate of evaporation is. താഴെ തന്നിരിക്കുന്നതിൽ ഇവാപറേഷൻ റേറ്റ് കൂടുതൽ ഈ 4 എണ്ണത്തിൽ ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്രോൾ, വാട്ടർ, ആൽക്കഹോൾ ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ അതേപോലെ തന്നെ നിൽക്കും. പക്ഷെ നെയിൽ പോളിഷ് റിമൂവർ അറിയാം, നമുക്കറിയാം അത് തുറന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ആവിയായി പോകാറുണ്ട്. ഇതിന് കാരണം ഇതിനകത്തുള്ള സബ്സ്റ്റൻസ്, അസറ്റോൺ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇതിന്റെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് എന്ത് ചെയ്തു പോകും? ഇവാപറേറ്റ് ചെയ്തു പോകും. അതുകൊണ്ടാണ് നെയിൽ പോളിഷ് റിമൂവർ പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതിന് കാരണം. ഓക്കെ, സോ വെൻ വി പുട്ട് സം ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ, വി ഒബ്സർവ് ദാറ്റ് ആഫ്റ്റർ സം ടൈം ദ ഓൾ വാട്ടർ ഹാസ് ടേൺഡ് പിങ്ക്. ദിസ് ഈസ് ഡ്യൂ ടു, അറിയാലോ, ഒരു ബീക്കർ എടുക്കുക, അതിനകത്ത് വെള്ളം എടുക്കുക, അതിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽ ഇടുക. ക്രിസ്റ്റൽ ഇട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും എന്താണ് അത് ഫുൾ എന്ത് ചെയ്യും? ആ കളറായിട്ട് മാറും. ഈ പ്രോസസ്സിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന ഒരു പേരുണ്ട്, അതാണ് ഡിഫ്യൂഷൻ. ഇനി അടുത്തത്, the state of matter which consists of super energetic particles in the form of ionized gases. ഞാൻ പറഞ്ഞു ionized gases ഗ്യാസ് ഫോമിൽ വരും. അതിന് ഗ്യാസിന് തന്നെ എന്താണ്? ചാർജസ് ഉള്ളത്. ഏതാണ്? നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് സ്റ്റേറ്റിനാണ്? പ്ലാസ്മ സ്റ്റേറ്റിനാണ്. ഇനി the force that binds the particles of matter together is called. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അതേതായിരുന്നു? ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മോളിക്യൂൾസിനെ ഹെൽഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്, അവരെ തമ്മിൽ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിരിക്കുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ ലിക്വിഡ് ഫേസ്. അതായത് ലിക്വിഡ് സ്റ്റേറ്റിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലിക്വിഡ് സ്റ്റേറ്റിന് എങ്ങനെയായിരിക്കും? ലിക്വിഡിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. കാരണം അത് ഏത് കണ്ടെയ്നറിനകത്താണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആണ്. ഇപ്പൊ ഈ ഗ്ലാസിനകത്ത് എടുത്താൽ അതിന്റെ ഷേപ്പ് ആയിരിക്കും, ഇതിനകത്ത് എടുത്താൽ ഇതിന്റെ ഷേപ്പ് വരും. പക്ഷെ അതിനൊരു വോളിയം ഉണ്ട്. സോ ഇതായിരിക്കും ലിക്വിഡിന്റെ
നമുക്കറിയാവുന്ന കാര്യങ്ങൾ അത് തന്നെ ഇതിനകത്തുണ്ടോ നോക്കുക. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞു. സോ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ല, ഇവിടെയും ഡെഫിനിറ്റ് ഷേപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതും അല്ല. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വോളിയം വന്നിട്ടുണ്ട്, ബട്ട് നോട്ട് എ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ഇതാണ്. ഇറ്റ് ഹാസ് നൈദർ ഡെഫിനിറ്റ് ഷേപ്പ് നോട്ട് ഡെഫിനിറ്റ് വോളിയം. ഇതല്ല. ഇത് എന്തിന്റെയാണ്? ഇത് നമ്മുടെ ഗ്യാസിന്റെയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. When a teaspoon of solid sugar is dissolved in a glass of liquid water, what phase or phases are present after mixing? അതായത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർ ഇട്ട് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ലിക്വിഡ് ആണോ, അതോ ഇനി സോളിഡ് ലിക്വിഡും ഉണ്ടോ, സോളിഡ് ഒള്ളി ആണോ, അതോ ഇതൊന്നുമല്ലേ, നൺ ഓഫ് ദിസ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഷുഗർ സൊല്യൂഷനകത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വാട്ടറിന്റെ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഷുഗറിന്റെ പാർട്ടിക്കിൾസ് മിക്സ് ചെയ്ത് കയറിയിരിക്കും. അപ്പോൾ പിന്നെ അത് സോളിഡ് അല്ല. അപ്പൊ അത് ആ സൊല്യൂഷന്റെ ആ ഇതിനകത്ത് ഫുൾ അത് ഒക്യുപ്പൈ ചെയ്ത് അതൊരു മിക്സ്ചറായി, ഹോമോജീനസ് മിക്സ്ചർ ആയിട്ട് മാറി. അപ്പൊ അത് എന്ത് തന്നെയാണ്? അത് പിന്നെ ലിക്വിഡ് ആണ്. അല്ലെ, ആ സോളിഡ് ആയിട്ടുള്ള നമ്മുടെ ഷുഗർ അത് ഡിസോൾവ് ആയിപ്പോയി അല്ലെ, പിന്നെ അതിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ലിക്വിഡിന്റെ ആ പാർട്ടിക്കിൾസിന്റെ ഇടയിലായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അതൊരു സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ മീൻസ് ഇറ്റ്സ് ലിക്വിഡ്. In which phase of matter would you expect compound alcohol exist at room temperature? റൂം ടെമ്പറേച്ചറിൽ ആൽക്കഹോളിനെ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് കാണാൻ സാധിക്കുക? അറിയാലോ, ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ആൽക്കഹോളിനെ കാണാൻ സാധിക്കുക. സോ ആൻസർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് യു ലീവ് വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് സം മോളിക്യൂൾസ് ടേൺസ് ഇൻ ടു എ ഗ്യാസ്, ഇറ്റ് ഈസ് കോൾഡ്. അതായത് നമ്മളൊരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിനകത്ത് വെള്ളമുണ്ട്. അപ്പൊ ആ വെള്ളത്തിൽ നിന്നും കുറച്ച് മോളിക്യൂൾസ് ഗ്യാസ് ആയിട്ട് പോകും. ഇതിനെ എന്താണ് പറയുന്നത്? അപ്പൊ കുറച്ച് മോളിക്യൂൾസ് എവിടെ നിന്നായിരിക്കും പോകുന്നത്? ഉറപ്പായിട്ട് സർഫസിൽ നിന്നായിരിക്കും പോകുന്നത് അല്ലെ. ഇവിടെ നിന്നൊന്നും നമുക്ക് പോകാൻ യാതൊരു ചാൻസും ഇല്ല, ഹീറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കറിയാതെ സർഫസിൽ നിന്നായിരിക്കും പോകുന്നത്. സർഫസിൽ നിന്ന് ഇങ്ങനെ എന്താണ് മോളിക്യൂൾസ് പോകുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? ഇവാപറേഷൻ. സോ അതറിയാലോ. ഇനി സെലക്ട് ദ വൺ ദാറ്റ് when used would be considered as best condition for liquefaction of a gas. ഒരു ഗ്യാസ് ലിക്വിഡ് ആകുന്നതിന് വേണ്ടിയുള്ള ബെസ്റ്റ് കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുക, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുക. സോ ഇതിനകത്ത് ആ ഓപ്ഷൻ വരുന്നത് എന്താണ്? ഇൻക്രീസിങ് ദ പ്രഷർ ആൻഡ് ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ, അതായത് നല്ല ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടർ വേപ്പർ തണുപ്പിച്ച് കഴിയുമ്പോൾ എന്താകും? തണുപ്പിച്ച് കഴിയുമ്പോൾ ലിക്വിഡ് ആകും അല്ലെ, തണുത്ത് കഴിയുമ്പോൾ ലിക്വിഡ് ആകും. അതുപോലെ തന്നെ നല്ലപോലെ കംപ്രസ് ചെയ്യുവാണെങ്കിൽ എന്താണ്? ഒരു പിസ്റ്റണകത്ത് എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിനെ നന്നായിട്ട് കംപ്രസ് ചെയ്യുക. ഇവിടുന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അത് പയ്യെ ലിക്വിഡ് ആയിട്ട് മാറും. സോ ആൻസർ ഇസ് സി. ഇനി വിച്ച് വൺ ഈസ് എ സർഫസ് ഫിനോമിനൻ? സർഫസ് ഫിനോമിനൻ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. എന്താണ്? ഇവാപറേഷൻ. ബോയിലിംഗ് എന്താണ്? ഇറ്റ്സ് എ ബൾക്ക് ഫിനോമിനൻ. സോ ആൻസർ ഇസ് എ. ഇനി അടുത്തത്, ദ മെൽറ്റിംഗ് പോയിന്റ് temperature of the solid state of a substance is 40 degrees Celsius. The freezing point temperature of the liquid state of the same substance will be. അതായത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ വാട്ടറിന്റെ കേസ് എടുക്കാം. വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. അതേപോലെ തന്നെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ വീണ്ടും ഐസ് ആയി മാറുന്നത് ഏത് ടെമ്പറേച്ചറിലായിരിക്കും? വെള്ളം ഐസ് കട്ടയാകുന്നത് ഏത് ടെമ്പറേച്ചറിലാ? 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ. സെയിം തന്നെയായിരിക്കും അല്ലെ. സോ ആൻസർ എന്ന് പറയുന്നത് 40 തന്നെയായിരിക്കും ഇതിന്റെ ആൻസർ. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 40 ഡിഗ്രി, ഇപ്പൊ ഫ്രീസിംഗ് പോയിന്റ് സെയിം തന്നെ. അടുത്തത്, വിച്ച് വൺ വിൽ ഹെൽപ്പ്
to accelerate the process of evaporation of a liquid kept in an open china dish. ഒരു ചൈന ഡിഷ്, അതായത് ഇതുപോലെ ഒരു പാത്രം, ഇങ്ങനെ ഒരു പാത്രം എടുക്കുക, അതിനകത്ത് കുറച്ച് വെള്ളം വെക്കുക, ഒരു ലിക്വിഡ് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ഇവാപറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇവാപറേഷൻ, കീപ്പിംഗ് ദ ഡിഷ് ഓപ്പൺ ആക്കി വെച്ചിരുന്നാൽ ഇവാപറേഷൻ നടക്കുമോ, അതായത് അടച്ചു വെക്കാതെ തുറന്നു വെച്ചിരുന്നാൽ ഇവാപറേഷൻ നടക്കുമോ. ബ്ലോയിങ് എയർ ഇൻ ടു ദ ലിക്വിഡ്, നമ്മൾ ഊതി എയർ ബ്ലോ ചെയ്ത് കൊടുക്കുക. പിന്നെ കീപ്പിംഗ് ദ ഡിഷ് അണ്ടർ ദ റണ്ണിങ് ഫാൻ, നല്ലതായിട്ട് ഫാനിന്റെ ചോട്ടിൽ കൊണ്ട് ഇത് വെക്കുക. ഇതെല്ലാം എന്ത് ചെയ്യാണ്, ഇവാപറേഷനെ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, ഇവാപറേറ്റ് ചെയ്തു പോകും. നമ്മൾ എയർ പയ്യെ ഊതി കൊടുക്കുമ്പോഴും ഇവാപറേഷൻ നടക്കും, ഫാനിന്റെ ചോട്ടിൽ വെച്ചാലും ഇവാപറേഷൻ നടക്കും. സോ ഈ മൂന്നെണ്ണം ഇവാപറേഷനെ സ്വാധീനിക്കുന്ന ഇതിന് ഇവാപറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ്. ഇനി സിക്സാക് മൂവ്മെന്റ് ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇൻ എ സൊല്യൂഷൻ ഇസ് നോൺ ആസ്, അറിയാലോ എന്താണ് അതിന് പറയുന്നത്, ബ്രൗണിയൻ മൂവ്മെന്റ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മാറ്റർ, താഴെ തന്നിരിക്കുന്നവയിൽ മാറ്റർ അല്ലാത്ത, ബ്ലഡ് മാറ്റർ ആണ് അല്ലെ. ബ്ലഡ് അറിയാം, അത് എന്താണ്, അതിന് എന്താണ്, അത് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇറ്റ് ഹാസ് എ മാസ്. അതുപോലെ റോക്ക്, മൂൺ റോക്കിന് അതുപോലെ തന്നെ ഇലക്ട്രോൺ അതുപോലെ തന്നെ നെഗ്ലിജിബിൾ ആണെങ്കിൽ തന്നെ അതിനൊരു മാസ് ഉണ്ട്, അതൊരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്, നമ്മുടെ ഹോട്ട് കോൾഡ് എന്നൊക്കെ പോലെ തന്നെ ഒരു കണ്ടീഷനാണ് ഹ്യൂമിഡിറ്റി. സോ ഹ്യൂമിഡിറ്റി മാറ്റർ അല്ല. 0 ഡിഗ്രി ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു, അറിയാലോ 273 കെൽവിൻ, മൈനസ് അല്ല പ്ലസ് 273 കെൽവിൻ ആണ്. ഇനി വിച്ച് ഈസ് മോർ എഫക്റ്റീവ് ഇൻ കൂളിംഗ്, ഈ താഴെ തന്നിരിക്കുന്നവയിൽ കൂളിംഗിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്താണ്, ഐസ് അറ്റ് 273, വാട്ടർ അറ്റ് 273 കെൽവിൻ, വാട്ടർ അറ്റ് 373 കെൽവിൻ, ഐസ് അറ്റ് 373 കെൽവിൻ. അപ്പം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 273 ആണ്. സോ ഈ ഒരു കണ്ടീഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇത് രണ്ടും ഒക്കെ എന്താണ്, ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് പോകും. സോ ഇത് രണ്ടും നമുക്ക് നോക്കുക വേണ്ട. അപ്പൊ കൂളിംഗ് ചെയ്യണമെങ്കിൽ ഇത് വേണ്ട, ഇത് ബോയിലിങ്ങിന്റെ ആ ഒരു ടേംസിലോട്ട് വരും. പിന്നെ നമുക്കുള്ളത് ഈ രണ്ട് കണ്ടീഷനിലാണ്. ഈ രണ്ട് കണ്ടീഷനിൽ രണ്ടും 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒന്ന് ഐസ് ആയിരിക്കും, ഒന്ന് 0 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് നിൽക്കുന്നത്, അത് വാട്ടർ ആയിരിക്കും. അപ്പൊ ഇതിൽ രണ്ടിലും ഏറ്റവും കൂളിംഗ് എഫക്റ്റ് ഉള്ളത് ഏതിനാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ഡെഫിനറ്റ് ആയിട്ടും എന്തിനായിരിക്കും, ഐസിനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടറിന്റെ കേസ് എടുക്കുമ്പോൾ ഐസ് മെൽറ്റ് ചെയ്താണ് വാട്ടർ ആകുന്നത്. അപ്പൊ ഐസ് മെൽറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടെമ്പറേച്ചർ അവിടെ ഉണ്ട്, പക്ഷെ അത് ഹിഡൻ ആയിരിക്കും. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ലാറ്റന്റ് ഹീറ്റ്. സോ അത്രയും ടെമ്പറേച്ചർ വാട്ടറിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടറിന് കൂളിംഗ് എഫക്റ്റ് കുറവായിരിക്കും. 0 ഡിഗ്രി സെൽഷ്യസിൽ ആണെങ്കിൽ പോലും ഐസിനേക്കാൾ കൂളിംഗ് എഫക്റ്റ് കുറവായിരിക്കും വാട്ടറിന്. സോ കൂളിംഗ് എഫക്റ്റ് കൂടുതൽ എന്താണ്, ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് മീൻസ് ഐസ് അറ്റ് 273 കെൽവിൻ. ഇനി അടുത്തത്, വിച്ച് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ, മാറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതൊക്കെയാണ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്, ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ മൂവ് ഫാസ്റ്റ് ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാറ്ററിനുള്ളിലെ പാർട്ടിക്കിൾസ് പെട്ടെന്ന് മൂവ് ചെയ്യും. ഇതും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഇന്റർമിക്സ് വിത്ത് ഈച്ച് അതർ ഓൺ ദെയർ ഓൺ, പാർട്ടിക്കിൾസ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമിക്സ് ചെയ്യും. നമുക്കറിയാലോ, ഇതിനകത്ത് വെള്ളത്തിനകത്ത് പഞ്ചസാര ഇട്ടാൽ ഇന്റർമിക്സ് ആയി പോകത്തില്ലേ, അതല്ലെങ്കിൽ ഉജാലയുടെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പയ്യെ ഇരുന്ന് അത് മിക്സ് ആയി പോകത്തില്ലേ, പോവും. സോ ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഇതാണ് നമ്മുടെ ആൻസർ. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സെയിം കൈനറ്റിക് എനർജി, എല്ലാവർക്കും ഒരേ തരം മൂവ്മെന്റ് ആണെന്ന്. അല്ലല്ലോ, സോളിഡിന് ഒരു മൂവ്മെന്റ്, ലിക്വിഡിന് ഒരു മൂവ്മെന്റ്, ഗേഷ്യസ് സ്റ്റേറ്റിന് ഒരു മൂവ്മെന്റ്. സോ ഇതാണ് നമ്മുടെ ആൻസർ, ഡി ആണ് ആൻസർ. Due to high dash, large volumes of gas can be compressed into a small cylinder and transport easily. എന്തുകൊണ്ടാണ്? ഗ്യാസിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ അതിനെ ലിക്വിഡ് ആക്കി മാറ്റാനുള്ള കഴിവ്, അതിനെ എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഇറ്റ്സ് കംപ്രസിബിലിറ്റി. അതിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കുന്നു. അപ്പൊ അത് കംപ്രസ് ചെയ്ത് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ കംപ്രസിബിലിറ്റി ആണ്
ആൻസർ. ഇനി സ്പോഞ്ച് ഹാസ് മൈന്യൂട്ട് ഹോൾസ്. സ്പോഞ്ചിന് കുഞ്ഞു കുഞ്ഞു തുളകളുണ്ട്. ഇൻ വിച്ച് എയർ ഇസ് ട്രാപ്ഡ്. അതിനകത്ത് എന്താണ്? എയർ ട്രാപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. വെൻ വി പ്രസ് ഇറ്റ് ദ എയർ എക്സ്പെൽഡ് ഔട്ട് ആൻഡ് വി ആർ ഏബിൾ ടു കംപ്രസ് ഇറ്റ്. നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ ആ എയർ പുറത്തേക്ക് പോവുകയും നമുക്കതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാലോ, ഇറ്റ്സ് ട്രൂ. ഇനി വെൻ എ സോളിഡ് മെൽറ്റ്സ് ദ ടെമ്പറേച്ചർ. സോളിഡ് മെൽറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിന് എന്താണ് സംഭവിക്കുന്നത്? സോളിഡ് ലിക്വിഡ് ആകുകയാണ്. അപ്പൊ അതിന് ടെമ്പറേച്ചർ എന്താണ് സംഭവിക്കുന്നത്? ഇത് 100°C ആകുകയാണ്. ഇത് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമുക്കൊരു കൺഫ്യൂസിങ് ആണ്, സാധാരണ കൂടുതലല്ലേ ചെയ്യുന്നതെന്ന് തോന്നും, പക്ഷെ അല്ല, ഇറ്റ് റിമൈൻസ് സെയിം. കാരണം എന്താണ്? ഇവിടുന്ന് ടെമ്പറേച്ചർ എടുത്ത് ഇതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, മോളിക്യൂൾസ് തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബ്രേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചർ, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ എല്ലാം ഹിഡൻ ആയി പോകും. അതിനെ നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ ഇത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ വാട്ടർ മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ 100°C തന്നെയായിരിക്കും, കൂടത്തില്ല. അപ്പം റിമൈൻസ് സെയിം. അപ്പൊ അത് മനസ്സിലായി. ഇനി വൺ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എത്ര പാസ്കൽ ആണ്? ഇതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത്, എ ഫോം ഓഫ് മാറ്റർ ഹാസ് നോ ഫിക്സഡ് ഷേപ്പ് ബട്ട് ഹാസ് എ ഫിക്സഡ് വോളിയം. ഏതോ ഒരു മാറ്റർ, അതിന്റെ ഫോമിന് ഷേപ്പ് ഇല്ല, പക്ഷെ എന്തുണ്ട്? വോളിയം ഉണ്ട്. ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഫോം ഓഫ് മാറ്റർ ഈസ്. ഇതെന്താണ്? ഇത് ലിക്വിഡ് ആണ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ ലിക്വിഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയാൽ മതി. ക്രിപ്റ്റോൺ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. കെറോസിൻ ലിക്വിഡ് ആണ്. കാർബൺ സോളിഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കെറോസിൻ ആണ് ലിക്വിഡ് ഫോം. കെറോസിൻ എന്താണ്? നമ്മുടെ മണ്ണെണ്ണ. അതാണ് ലിക്വിഡ് ഫോമിലുള്ളത്. സോ അതാണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ. ഇനി ദ ഫ്ലൂറസെന്റ് ട്യൂബ് ആൻഡ് നിയോൺ സൈൻ ബൾബ്സ് കൺസിസ്റ്റ് ഓഫ്. ബൾബാണ്. ബൾബിനകത്ത് അയണൈസ്ഡ് ഗ്യാസ് ആണ് ഉള്ളത്. അയണൈസ്ഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. സോ അതേതാണ്? ചാർജ്ഡ് പാർട്ടിക്കിൾസ് വരുമ്പോൾ വരുന്നത് പ്ലാസ്മ. സോ ദ ആൻസർ ഈസ് പ്ലാസ്മ. ഇനി ദ പ്ലാസ്മ ഈസ് ക്രിയേറ്റഡ് ഇൻ സ്റ്റാർസ് ബിക്കോസ് ഓഫ് വെരി ഡാഷ് ടെമ്പറേച്ചർ. പ്ലാസ്മ സ്റ്റേറ്റ് ആണുള്ളത്. പ്ലാസ്മ സ്റ്റേറ്റ് വരണമെങ്കിൽ എന്താവണം? വളരെ 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 കൂടിയ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ക്രിയേറ്റഡ് ആവത്തുള്ളൂ. സോ ആൻസർ ഈസ് ഹൈ ടെമ്പറേച്ചർ. ഇനി ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ ഡെൻസസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. എല്ലാവർക്കും അറിയാം ഏതാണ് ഏറ്റവും കൂടുതൽ ഡെൻസസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? സോളിഡ്സിനല്ലേ ഡെൻസിറ്റി ഇതിനേക്കാളും എല്ലാം കൂടുതൽ, മറ്റുള്ള സ്റ്റേറ്റ്സിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ സോളിഡ്സിന് തന്നെയാണ്. സോ ആൻസർ എ. When heat is constantly supplied by a burner of boiling water, then the temperature of water during vaporization, അതായത് ഒരു വാട്ടർ ഇങ്ങനെ നമ്മൾ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ടെമ്പറേച്ചറിന്റെ കാര്യം എന്താണ്? ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, ആ വേപ്പറൈസേഷൻ സമയത്തുള്ള ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈസസ് വെരി സ്ലോലി, വളരെ പതിയെ റൈസ് ചെയ്യും. റൈസസ് റാപ്പിഡ്ലി അണ്ടിൽ ദ സ്റ്റീം ഈസ് പ്രൊഡ്യൂസ്ഡ്, പെട്ടെന്ന് റൈസ് ചെയ്യും സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നിടം വരെ. ഫസ്റ്റ് റൈസസ് ആൻഡ് ദെൻ ബിക്കംസ് കോൺസ്റ്റന്റ്. ആദ്യമേ റൈസ് ചെയ്യും, പിന്നെ കോൺസ്റ്റന്റ് ആവും. ഡസ് നോട്ട് റൈസ് അറ്റ് ഓൾ, റൈസ് ചെയ്യുകയില്ല. ആൻസർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആകുന്ന പോലെ തന്നെ ഇവിടെ ലിക്വിഡ് എന്തായിട്ട് മാറുകയാണ്? ഗേഷ്യസ് ഫോമിലോട്ട് മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഹിഡൻ ഹീറ്റ് ആണ് ഉണ്ടാവുന്നത്. അത് ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതിന്റെ മോളിക്കുലാർ അട്രാക്ഷൻസ് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സ്റ്റേറ്റിലോട്ട് മാറാൻ. അവിടെയാണ് ആ ഹീറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഹീറ്റിൽ റൈസ് ഒന്നും കാണിക്കത്തില്ല, അത് ഹിഡൻ ഹീറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ റൈസ് ചെയ്യത്തില്ല. ഡസ് നോട്ട് റൈസ് അറ്റ് ഓൾ. ഇതാണ് ആൻസർ. സോ ദ ആൻസർ ഈസ് ഡി. അപ്പോൾ നമ്മൾ 60 ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തെടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം പോയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.